നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ CH മുഹമ്മദ് കോയ പ്രതിഭാ ക്യൂസ് 2025 നടന്ന ഉപജില്ലാതല ചോദ്യങ്ങളാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഹൈസ്കൂൾ വിഭാഗത്തിലെ ചോദ്യങ്ങൾ പരിചയപ്പെട്ടാലോ? ഒന്നാമത്തെ ചോദ്യം, 2024 മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന നൽകപ്പെട്ട മുൻ ബീഹാർ മുഖ്യമന്ത്രി ആര്? ഉത്തരം കർപ്പൂരി താക്കൂർ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം, താൻ ഉയർത്തിക്കൊണ്ടുവരാൻ പ്രവർത്തിച്ച അരികുവൽക്കരണത്തിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടി ഗാന്ധിജി പലപ്പോഴും ഉപയോഗിച്ചിരുന്ന ദൈവത്തിൻ്റെ മക്കൾ എന്നർത്ഥം വരുന്ന പേര് എന്താണ്? ഉത്തരം ഹരിജൻ. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം നോക്കാം. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപകൻ ആര്? അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപകൻ ആര്? ഉത്തരം സർ സയ്യിദ് അഹമ്മദ് ഖാൻ. സർ സയ്യിദ് അഹമ്മദ് ഖാൻ. ഇനി നമുക്ക് നാലാമത്തെ ചോദ്യം നോക്കാം. ഇന്ത്യൻ സൈന്യത്തെ സഹായിക്കാൻ വേണ്ടി വികസിപ്പിച്ച അടുത്ത കാലത്ത് വാർത്തകളിൽ കണ്ട സഞ്ജയ് എന്ന സംവിധാനം എന്താണ്? ഉത്തരം ബാറ്റിൽ ഫീൽഡ് സർവൈലൻസ് സിസ്റ്റം. ബാറ്റിൽ ഫീൽഡ് സർവൈലൻസ് സിസ്റ്റം. ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ ഫോട്ടോണിക് റാഡർ വികസിപ്പിച്ചെടുത്ത സ്ഥാപനം ഏതാണ്? ഫോട്ടോണിക് റാഡർ വികസിപ്പിച്ചെടുത്ത സ്ഥാപനം ഏതാണ്? ഉത്തരം DRDO. DRDO. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ. അടുത്ത ചോദ്യം, 2025 സെപ്റ്റംബറിൽ ഇന്ത്യയുടെ 15ാമത്തെ ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതിയാണ് CP രാധാകൃഷ്ണൻ. 15ാമത്തെയും കൂടിയാണ്, അതും കൂടി ഓർത്തു വെക്കുക. CP രാധാകൃഷ്ണൻ. ഏഴാമത്തെ ചോദ്യം, 10 വർഷത്തെ പ്രവർത്തനം അടുത്തിടെ പൂർത്തിയാക്കിയ ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ ജ്യോതിശാസ്ത്ര നിരീക്ഷണാലയത്തിൻ്റെ പേരെന്താണ്? ഉത്തരം ആസ്ട്രോസാറ്റ്. വിദേശ ശാസ്ത്ര സാങ്കേതിക പ്രതിഭകളെ ആകർഷിക്കുന്നതിനായി K-വിസ എന്ന പുതിയ വിസ വിഭാഗം ആരംഭിച്ച രാജ്യം ഏതാണ്? ഉത്തരം ചൈന. രാജ്യത്തെ ആദ്യത്തെ സാക്ഷരതാ ജില്ല ഏതാണ്? ഉത്തരം മലപ്പുറം. സാക്ഷരതാ ജില്ല, രാജ്യത്തെ ആദ്യത്തെ സാക്ഷരതാ ജില്ലയാണ് മലപ്പുറം. തന്നിരിക്കുന്ന ചിത്രം ഏത് നൃത്തരൂപത്തിൻ്റേതാണ്? അത് ഏകദേശം എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഉത്തരം മോഹിനിയാട്ടം. മോഹിനിയാട്ടം. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. എൽ ക്ലാസിക്കോ എന്നറിയപ്പെടുന്ന പ്രശസ്തമായ സ്പാനിഷ് ഡെർബിയിൽ കളിക്കുന്ന 2 എതിരാളികളായ ക്ലബ്ബുകൾ ഏതെല്ലാമാണ്? ഉത്തരം റിയൽ മാഡ്രിഡും അതുപോലെ ബർസലോണയുമാണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. വൈദ്യുതിയുടെ ഏറ്റവും മികച്ച ചാലകം ഏതാണ്? വൈദ്യുതിയുടെ ഏറ്റവും മികച്ച ചാലകം ഏതാണ്? ഉത്തരം വെള്ളി. ഉത്തരം വെള്ളി. രക്തം കട്ടപിടിക്കാൻ തുടങ്ങുന്നതിന് കാരണമാകുന്നതും പൂർണ്ണമായ ഒരു കോശമല്ലാത്ത ഒരു കോശഭാഗം മാത്രമായതുമായ രക്തത്തിലെ ഘടകം ഏതാണ്? ഉത്തരം പ്ലേറ്റ്ലെറ്റുകൾ. മിനി താജ്മഹൽ എന്നറിയപ്പെടുന്ന ബീബി കാ മക്ബറ എന്ന സ്മാരകം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം മഹാരാഷ്ട്ര. ആദ്യത്തെ 100 എണ്ണൽ സംഖ്യകളുടെ തുക എത്രയാണ്? ഉത്തരം 5050. 5050. സൂചനകൾ നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ വ്യക്തിയെ തിരിച്ചറിയുകയാണ് അടുത്ത ചോദ്യം. ആദ്യത്തെ സൂചനയിൽ തന്നെ ഉത്തരം എഴുതുകയാണെങ്കിൽ 5 മാർക്കാണ്. രണ്ടാമത്തെ സൂചനയിൽ എഴുതിയാൽ 3 മാർക്ക്. അവസാനത്തെ സൂചനയിൽ എഴുതിയാൽ 1 മാർക്ക്. പക്ഷെ ഒരാൾക്ക് ഒരവസരം മാത്രമേ ഉള്ളൂ. നമുക്ക് ചോദ്യം നോക്കാം. നൊബേൽ സമ്മാനം നേടിയ ഈ വ്യക്തി ജനിച്ചത് ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന സ്കോഞ്ചിയയിലാണ്. ആരാണ്? രണ്ടാമത്തെ പോയിന്റും കൂടി വായിച്ചു നോക്കാം. ഈ വ്യക്തിയുടെ ജന്മനാമം ആഗ്നസ് ഗോൺചെ ബൊജാക്സിയു എന്നായിരുന്നു. അടുത്ത ഹിൻറ്റും കൂടി നോക്കിയാലോ. ആഗ്നസ് എന്നൊക്കെ പേര് കേൾക്കുമ്പോൾ പലരും എഴുതിക്കാണുമെന്ന് വിചാരിക്കുന്നു. എന്നതിൽ സിയും കൂടി നമുക്ക് നോക്കാം. ഇതിൽ സി ആയിട്ട് കൊടുത്തത് 2016 കത്തോലിക്ക സഭ അവരെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. ആരാണ്?
സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ച മദർ തെരേസ. അടുത്ത ചോദ്യം ഇതുപോലെ തന്നെയാണ്, സൂചനയിൽ നിന്ന് കണ്ടെത്തുക. ഒന്നാമത്തെ സൂചന, ഇന്ത്യയിലെ ഏറ്റവും വലിയ ജില്ല ഈ സംസ്ഥാനത്താണ്. രണ്ടാമത്തെ സൂചന നോക്കാം. ഏകതാ പ്രതിമ സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഈ സംസ്ഥാനത്താണ്. ഇത് കേൾക്കുമ്പോൾ എല്ലാവരും എഴുതി കാണും അല്ലേ? സി ആയിട്ട് സൂചന കൊടുത്തത് ഗീർ വനം ഈ സംസ്ഥാനത്താണ്. ഗീർ വനം ഉത്തരം ഗുജറാത്താണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. CH മുഹമ്മദ് കോയ കേരളത്തിൽ മുഖ്യമന്ത്രിമാരിൽ എത്രാമത്തെ വ്യക്തിയാണ്? ഉത്തരം 8. CH മുഹമ്മദ് കോയ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിമാരിൽ എത്രാമത്തെ വ്യക്തിയാണ്? ഒരേ വ്യക്തികൾ തന്നെ ഒന്നിൽ കൂടുതൽ തവണ മുഖ്യമന്ത്രി ആയിട്ടുണ്ടല്ലേ. അപ്പോൾ എത്രാമത്തെയാണെന്ന് ചോദിച്ചാൽ 8, എട്ടാമത്തെയാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പ്രഥമ അധ്യക്ഷനും ഇന്ത്യൻ ഭരണഘടനയ്ക്ക് രൂപം നൽകിയ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ അംഗവുമായിരുന്ന നേതാവ് ആരാണ്? ഖൈദെ മില്ലാത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്. അടുത്ത ചോദ്യം, ഉമ്മൻചാണ്ടിയുടെ രണ്ടാമത്തെ മന്ത്രിസഭ മന്ത്രിതല യോഗത്തിൽ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാനും നിവേദനങ്ങൾ ഉടൻ പരിഹരിക്കുന്നതിനുമായി ഭരണരംഗത്ത് ഒരു പ്രധാന പരിഷ്കാരം അവതരിപ്പിച്ചു. ഏറെ ജനപ്രിയമായ ഈ പദ്ധതിയുടെ പേരെന്ത്? ഉത്തരം ജനസമ്പർക്ക പരിപാടി. അടുത്ത ചോദ്യം, മറ്റ് 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല ഏത്? ഉത്തരം വയനാട്. അടുത്ത ചോദ്യം, 1921 നടന്ന പൂക്കോട്ടൂർ യുദ്ധം ഏത് സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൻ്റെ ഭാഗമായിരുന്നു? ഉത്തരം മലബാർ ലഹള. അടുത്ത ചോദ്യം, പ്രധാനപ്പെട്ട ജലവൈദ്യുത പദ്ധതിയായ ഇടുക്കി ഡാം പെരിയാർ നദീ വ്യവസ്ഥയിൽ ഏത് 2 മലനിരകൾക്ക് കുറുകെയാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഉത്തരം കുറവൻമല, കുറുത്തിമല. കുറവൻ കുറുത്തി മലകൾക്ക് ഇടയിലാണ് ഇടുക്കി ഡാം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ആരാണ്? ഉത്തരം ബാജി റൗട്ട് എന്നാണ് കേട്ടോ. ചിലയിൽ കുതിറാം ബോസ് എന്നും കാണുന്നുണ്ട്. അപ്പോൾ ഇതിലിവിടെ ഉത്തരം കൊടുത്തത് ബാജി റൗട്ട്. ഇനി അടുത്ത വീഡിയോയിൽ കൂടുതൽ ചോദ്യങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.